ഒക്കെ മാറ്റിവെച്ചിട്ട് ഒരു സാധാരണ ഒരു ശുശ്രൂഷകനായിട്ട്, ഒരു താപസനായിട്ട് പ്രാർത്ഥനയിൽ കഴിയുകയാണ്. ഇവിടെ അച്ഛൻ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും ധാരാളം നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു പ്രാർത്ഥനയ്ക്കായിട്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വഴിയായിട്ട് രോഗസൗഖ്യവും അതുപോലെ തന്നെ മറ്റനേകം അടയാളങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ലഭിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം 1943 ഫെബ്രുവരി 21 59-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയുകയാണ്. അതൊരു കൊഹനെ ഞായറാഴ്ചയായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് 1955 സെപ്റ്റംബർ 18 നമ്മൾ ഈ പുതിയ പള്ളി ഇവിടെ പണിതപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിടം ഇവിടെ സ്ഥാപിക്കുകയാണ്. പിതാവിന്റെ ജീവചരിത്രം ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചതാണ്. എന്താ പറയുന്ന പദവികളെ ദൈവമാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ എനിക്ക് സത്യസഭയിലായിരുന്നുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങണം എന്ന അദ്ദേഹത്തിന്റെ അദമ്യമായിട്ടുള്ള ആഗ്രഹം നമ്മൾ കാണുകയാണ്. ഇവിടെ ഒരു മൂന്നാമത് നമ്മൾ കാണിക്കുകയാണ്, വലിയ എളിമയുള്ള മനുഷ്യനായിരുന്നു. വലിയൊരു സ്ഥാനത്തിരുന്ന ആള് നമുക്കറിയാം, നമ്മുടെ സഭയിലേക്ക് വന്ന് മറ്റൊരു സ്ഥാനമാനങ്ങളൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. നമ്മൾ പലപ്പോഴും പല ആളുകളൊക്കെ ഈ പാർട്ടികൾ മാറുന്നതായിട്ട് അല്ല മറ്റു പലതും മാറുന്നതായിട്ടൊക്കെ കാണാനായിട്ട് പറ്റും. അവർ മാറുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കും, അല്ലെ ചില വിലപേശലുകൾ നടത്തുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറാനായിട്ട് എത്ര ആവശ്യപ്പെട്ടാലും മാറാത്ത ആളുകളുണ്ട്. നമ്മുടെ ചില ആളുകളൊക്കെ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ 90-ാമത്തെ വയസ്സിലൊക്കെ MP ആയിട്ട് നമ്മുടെ പാർലമെന്റിനകത്ത് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ താൻ ഒരിക്കൽ ആസ്വദിച്ച അധികാരം ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാതെ അതിനുവേണ്ടി ധാരാളം ചരടുവലികൾ നടത്തി തന്റെ അധികാര കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം ആളുകൾ പോരാടുന്ന ഒരു ലോകത്തിൽ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള ചില മാതൃകകൾ നമ്മുടെ മുമ്പിൽ കെടാവിളക്കുകളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2013 നമുക്കറിയാം, ലോകം ഞെട്ടിയ ഒരു രാജ്യവാർത്ത ഉണ്ടായിരുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ രാജിയാണ്. തനിക്കുണ്ടായിരുന്ന ഒരുപക്ഷെ മരണം കൊണ്ട് മാത്രം അവസാനിക്കാവുന്ന ഒരു പദവിയിൽ നിന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. അതൊരു ആത്മീയ തലത്തിൽ പോലും കാണാനായിട്ട് പറ്റും. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ, അധികാരത്തിന് വേണ്ടിയുള്ള അനുസരണക്കേടുകളൊക്കെ നമ്മൾ കാണുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മരണം കൊണ്ട് മാത്രം ചില ആളുകൾ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഏറെ എളിമയോടുകൂടി ഞാൻ തിരഞ്ഞെടുത്ത വഴി സത്യത്തിന്റെ വഴിയാണ്. ആ വഴിയിൽ ഞാൻ എളിമയോടെ ജീവിക്കും, പ്രാർത്ഥനയോടെ താപസനായിട്ട് ഒരു ആശ്രമത്തിൽ ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് പിതാവ് കാണിച്ചു തന്ന വലിയ മാതൃക പ്രിയപ്പെട്ടവരെ അസാമാന്യ ധീരതയുടേതാണ്, നേരിന്റെ വഴിയുടേതാണ്.